ദുബായിൽ കഴിഞ്ഞ വർഷം ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ നിരോധിത സ്ഥലങ്ങളിൽ റോഡ് മുറിച്ചു കിടക്കവേ വാഹനമിടിച്ച് മരണപ്പെട്ടത് 46 പേർ ആണെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. നിരോധിത മേഖലകളിൽ റോഡ് മുറിച്ച് കടന്ന 64,620 പേർക്ക് ദുബായ് പോലീസ് പിഴ ഈടാക്കി. 2014 61,391 പേർക്കാണ് പിഴ ഈടാക്കിയത്. സുരക്ഷിതമായ രീതിയിൽ നിരത്തുകൾ മുറിച്ചു കിടക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിരത്തുകളിൽ എല്ലായ്പ്പോഴും ഇരുദിശകളും നോക്കി ശ്രദ്ധയോടെ മാത്രമേ കടക്കാവൂ എന്നും ഈ സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ മന്ത്രാലയം എഞ്ചിനീയറിംഗ് വിഭാഗം വിദേശി തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആലോചിക്കുന്നതെന്ന് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. അടുത്ത വർഷം മെയ് മാസത്തോടുകൂടി തീരുമാനം നടപ്പാക്കാനാണ് ആലോചന. വിദേശ തൊഴിലാളികളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയിലാണ് ഇത് നടപ്പാക്കുന്നത്. അതേസമയം 2016-17 സാമ്പത്തിക വർഷത്തേക്ക് ബഡ്ജറ്റ് വിഹിതമായി 2.15 ബില്യൺ ദിനാർ വൈദ്യുതജല മന്ത്രാലയം ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഓരോ മന്ത്രാലയത്തിനും അനുവദിക്കുന്ന ബഡ്ജറ്റ് തുക ഈ വർഷം കുറവാണ്. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ പുതിയ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പി പത്മനാഭനെ പ്രസിഡന്റായും TK മനോജിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ഖത്തറിൽ കാറിടിച്ച് ഫിലിപ്പീൻസ് സ്വദേശിയായ നഴ്സ് മരിച്ചു. ഖത്തർ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററിലെ സ്റ്റാഫ് നഴ്സായ ചെറിൽ വാവൈ ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബു ഹമൂർ ദാരുസലാം മാളിനടുത്ത് വെച്ച് അമിത വേഗതയിലെത്തിയ കാർ ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. 2022 ലോകകപ്പ് വേദി സംബന്ധിച്ച് സംശയത്തിന് അടിസ്ഥാനമില്ലെന്ന് ഫിഫ പ്രസിഡന്റ് ജിയന്നി ഇൻഫാന്റോ വ്യക്തമാക്കി. 6 വർഷം മുൻപ് തന്നെ ഖത്തറിൽ വേദി നിശ്ചയിക്കപ്പെട്ടതാണെന്നും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഇൻഫാന്റോ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ലോകകപ്പ് വേദിക്കെതിരെ ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദിയിൽ മൊബൈൽ ഫോൺ മേഖലയ്ക്ക് പുറകെ മറ്റു മേഖലയിലേക്കും സ്വദേശിവൽക്കരണം വ്യാപിക്കുന്നു. ഈ ആഴ്ച പ്രഖ്യാപനം നടത്തുമെന്ന് തൊഴിൽ മന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ മേഖലയ്ക്ക് പുറമെ ചില്ലറ വിൽപ്പന മേഖലയിലെ മറ്റു വിഭാഗങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഈ ആഴ്ച പ്രഖ്യാപനം നടത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഖബാനി അറിയിച്ചു. കൂടുതൽ വിഭാഗങ്ങളിലേക്ക് സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അവയെ സംബന്ധിച്ച് ഈ ആഴ്ച നടത്തുന്ന പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കും. റിയാദ് ചേംബർ ഓഫ് സംഘടിപ്പിച്ച സൗദിയിലെ തൊഴിൽ സാധ്യത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ മുമ്പിൽ 2 കാര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കാം. മറ്റ് വിഭാഗങ്ങളിലേക്ക് തൊഴിൽ മാറ്റം നടത്തുക, അല്ലെങ്കിൽ രാജ്യം വിടുക. നിയമലംഘകരായി തുടരാൻ അനുവദിക്കില്ല. ചില്ലറ വിൽപ്പന മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മൊബൈൽ ഫോൺ മേഖലയിലെ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉണ്ടായത്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ മേഖലയിലേക്ക് സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള പ്രഖ്യാപനമാണ് അടുത്ത ദിവസം ഉണ്ടാകുക. മൊബൈൽ ഫോൺ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന പദ്ധതിക്ക് സ്വദേശി യുവാക്കളുടെ ഭാഗത്തുനിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും ഉതകുന്ന വിധമുള്ള സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യാജ സ്വദേശിവൽക്കരണത്തെ ഉദ്ദേശിച്ച് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന ബിനാമി ബിസിനസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സൗദി ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ ഹുമൈദാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ആരംഭിച്ച പീസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്ത ദമാം സൈൻ ആപ്പ് കോൺഫറൻസ് വൈജ്ഞാനിക സെഷനുകൾ കൊണ്ട് ശ്രദ്ധേയമായി. കോൺഫറൻസ് ഷെയ്ഖ് അലി മുഹമ്മദ് അൽ ഷംരി ഉദ്ഘാടനം ചെയ്തു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ സലാം കണ്ണിയാൻ, ICC മലയാള വിഭാഗം മേധാവി അബ്ദുൽ ജബ്ബാർ മദീനി, NV സലീം അരീക്കോട്, ഹാഫിസ് മുഹമ്മദ് ഇക്ബാൽ തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. പിറന്ന നാടിനെ വിറ്റുതിന്നുന്നവർക്കും വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നവർക്കും എതിരായി പ്രവാസി കുടുംബങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ദല്ല നവോദയ സെക്കൻഡ് തസ്ലിയ പ്രവാസി സംഗമം ആവശ്യപ്പെട്ടു. അഴിമതിയെ സാർവത്രികമാക്കിയ UDF സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനും വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ പ്രവേശനം അനുവദിക്കാതിരിക്കുന്നതിനും പ്രവാസി കുടുംബങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് സംഗമം ആഹ്വാനം ചെയ്തു. ബാബു യോഹന്നാൻ അധ്യക്ഷത വഹിച്ച പ്രവാസി സംഗമം നവോദയ രക്ഷാധികാരി EM കബീർ ഉദ്ഘാടനം ചെയ്തു.
വെൽഫെയർ പാർട്ടി ദുബൈയിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഇന്ത്യ UAE അധ്യക്ഷൻ അൻവർ വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു. പ്രവാസി ഇന്ത്യ കേന്ദ്ര സെക്രട്ടറി പ്രശാന്ത്, റോസി ടീച്ചർ, ബുനൈസ് കാസിം, അബ്ദുൾ സമദ്, ബഷീർ ഉളിയിൽ, എക്സിക്യൂട്ടീവ് അംഗം മുരളി മാഷ്, അൻവർ KM എന്നിവർ സംസാരിച്ചു. ദമാമിലെ വാഴക്കാട് നിവാസികളുടെ കൂട്ടായ്മയായ ദമാം വാഴക്കാട് വെൽഫെയർ സെന്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബദർ അൽ റാബി ഓഡിറ്റോറിയത്തിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഡിഫ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ജബ്ബാർ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. EK അബ്ദുൽ ജബ്ബാർ പ്രസിഡന്റായും നഫീർ തറമ്മൽ ജനറൽ സെക്രട്ടറിയായും ഷബീർ ആക്കോട് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. TK ഷബീർ പ്രവർത്തന റിപ്പോർട്ടും നഫീർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. നവോദയ സാംസ്കാരിക വേദി ഖലീജ് മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണം 2016 കലാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കലാഭവൻ മണിയുടെ ഗാനങ്ങളും നാടൻപാട്ടുകളും ചേർന്ന് തയ്യാറാക്കിയ പാട്ടുകൂട്ടത്തിന്റെ നാടൻപാട്ട് പിന്നണി ഗായകൻ ചാർലിയും സംഘവും അവതരിപ്പിച്ച ഗാനമേള, വനിതാവേദി അംഗത്തിന്റെ മിമിക്രി, കുടുംബവേദിയിലെ ബാലവേദി കുട്ടികളുടെ സംഘനൃത്തങ്ങൾ, ശാസ്ത്രീയ നൃത്യങ്ങൾ, കേരളത്തിന്റെ മറ്റ് തനത് കലാരൂപങ്ങൾ എന്നിവ അരങ്ങേറി. സ്വാഗത സംഘം ചെയർമാൻ ചന്ദ്രൻ വാണിയമ്പലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നവോദയ കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സുധീഷ് ത്രിപുരയാർ, ദമാം ടൗൺ നവോദയ ഏരിയ സെക്രട്ടറി മനേഷ് പുല്ലുവഴി, EM കബീർ, സൈനുദ്ദീൻ, കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൃഷ്ണകുമാർ, മോഹൻ വെളിനേഴി, സുരേഷ് ബാബു, പ്രസാദ്, ഏരിയ പ്രസിഡന്റ് ഉണ്ണി എങ്ങണ്ടിയൂർ എന്നിവർ സംസാരിച്ചു. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എത്ര തന്നെ കിണഞ്ഞു പരിശ്രമിച്ചാലും ഗാന്ധിയൻ ദർശനങ്ങൾക്ക് മേൽ മണ്ണിടുവാൻ കഴിയില്ലെന്നും അവ കാലഘട്ടങ്ങളെ അതിജീവിച്ച് മുന്നേറുക തന്നെ ചെയ്യുമെന്നും പ്രശസ്ത വാഗ്മിയും ചരിത്രകാരനും നാടകകൃത്തുമായ P. ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. MSS ദമാം ഘടകം സംഘടിപ്പിച്ച ഇരുൾ മൂടിയ ചരിത്ര സത്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MSS അധ്യക്ഷൻ ഡോക്ടർ ഉത്താൻകോയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ സെക്രട്ടറി നജീം ബഷീർ, ശിഹാബ് കൊയിലാണ്ടി, ഹമീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ദമാം നവോദയ സാംസ്കാരിക വേദി ലേഡീസ് മാർക്കറ്റ് യൂണിറ്റ് ദമാം സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ദിലീപ് ദാസ് നല്ലില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സുധീഷ് ത്രിപുരയാർ ഉദ്ഘാടനം നിർവഹിച്ചു. പീപ്പിൾ TV ബിഗ് എക്സ്ക്ലൂസീവ്. മദ്യനയത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത്. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം ഒഴുകുമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വീഡിയോ വൈറലാകുന്നു. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത വാക്കുകൾ വായിൽ തിരികെ കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമാണെന്നും VS പ്രതികരിച്ചു. അതേസമയം താൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും പിന്നീട് VS ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. മാധ്യമങ്ങളുടേത് തെമ്മാടിത്തരമാണെന്ന പ്രയോഗം പിൻവലിക്കുന്നതായും VS അറിയിച്ചു. ഇതെല്ലാം ശുദ്ധാസംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം.
ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് VS അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ച് പുറത്തുചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് VS ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് VS ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ അന്വേഷിക്കണമെന്ന് VS പരിഹസിച്ചു. TP ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMB ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും VS പറഞ്ഞു. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുകയും ചെയ്യുമെന്ന് VS വ്യക്തമാക്കി. ഒരു വിഭാഗം മാധ്യമങ്ങൾ UDF അഴിമതി ഭരണത്തിന്റെ സംരക്ഷകരായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിലെത്തും. BJP സംസ്ഥാനത്ത് ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ LDFന് അനുകൂലമായ ശക്തമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും UDFന്റെ അഴിമതി ഭരണം നിലനിർത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ വൃഥാശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM-ഉം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമം നടത്തുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാരണം പാർട്ടിയും VS-ഉം ഒരേ സ്വരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് കോടിയേരി പറഞ്ഞു. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും ചില മാധ്യമ പ്രവർത്തകന്മാർക്ക്. അവരുടെ ഇത്തവണത്തെ ഉദ്ദേശം CPM-നകത്ത് ഇപ്പോൾ ഏറ്റവും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പാർട്ടി മെമ്പറും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ദിവസേന ഒരു കഥയുണ്ടാക്കി ഈ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെ നിങ്ങൾക്ക് രക്ഷിക്കണം. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ആ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് എന്നെ വലിച്ചു വെക്കേണ്ട കാര്യമില്ലാതെ നിങ്ങൾ തന്നെ ആ വ്യവസായം തുടർന്നാൽ മതി. അത് VS-ഉം പിണറായിയും പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ നടക്കൂല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ല. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മഞ്ചേശ്വരത്തുൾപ്പെടെ LDF വിജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ 4 മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒന്നാം സ്ഥാനത്താണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം LDF തന്നെ വിജയിക്കും. കേരളത്തിൽ BJP ജയിക്കുന്ന ഒരു മണ്ഡലവും ഇത്തവണയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പാർലമെന്റ് ഇലക്ഷനിൽ 4 മണ്ഡലത്തിൽ കേരളത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. ആ 4 മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചിരിക്കുന്നത്. നേമം, തിരുവനന്തപുരം, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയിലാണ് മത്സരമെന്നും കോടിയേരി ആരോപിച്ചു. മദ്യത്തിനെതിരെ ആത്മാർത്ഥതയുള്ള സമീപനം LDF-ന് തന്നെയാണ്. മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് LDF നയം. എന്നാൽ അടച്ചിട്ട ബാറുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാക്കി മാറ്റി വീണ്ടും ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്ന നയമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റേതെന്ന് കോടിയേരി പറഞ്ഞു. 1500 കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ അധികം വിട്ടു. ഗവൺമെന്റിന് 850 കോടി രൂപ അധികം ടാക്സ് കിട്ടി. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം. ഒരാളെ പോലും മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നയം കൊണ്ട് സാധിച്ചോ? ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 75 മുതൽ 81 വരെ സീറ്റുകൾ നേടി ഇടതുമുന്നണി അധികാരത്തിൽ എത്തുമെന്ന് ഏഷ്യാനെറ്റ് C4 അഭിപ്രായ സർവേ. UDF 56 മുതൽ 62 സീറ്റുകൾ നേടുമ്പോൾ 3 മുതൽ 5 വരെ സീറ്റ് നേടി NDA അക്കൗണ്ട് തുറക്കുമെന്നും സർവേയിൽ പറയുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ഇടതുമുന്നണിക്കാണ്. 40% LDF-നും 37%, UDF-നും 18% NDA-ക്കും ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിദാന ഉത്തരവുകളും മദ്യനയവും UDF സർക്കാരിന് തിരിച്ചടിയാകുമെന്നാണ് പ്രവചനം. UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 2011 UDF-നെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ അനുഭവിച്ചത്, എങ്ങനെയാണ് UDF-നെ കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കിടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ കർഷകർ. അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു. കണ്ണൂരിൽ കൂത്തുപറമ്പ് ഒഴികെയുള്ള 4 മണ്ഡലങ്ങളിലും ഇത്തവണ വിമത ഭീഷണി നേരിടുകയാണ് UDF. UDF-ന്റെ വിജയത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ശക്തരായ വിമത സ്ഥാനാർത്ഥികളാണ് ഇത്തവണ രംഗത്തുള്ളത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ UDF ജയിച്ച 4 മണ്ഡലങ്ങളും ഇത്തവണ വിമത ഭീഷണിയിലാണ്.
അതും നേതാക്കളുടെ അപ്രമാദിത്വവും ജനാധിപത്യ വിരുദ്ധ നടപടികളും DCC ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ പോലും കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് വിമതർ രംഗത്തെത്തിയിട്ടുള്ളത്. രംഗത്തു വന്നവരാരും ദുർബലരുമല്ല. പേരാവൂർ മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങളും അഴിമതിയും സണ്ണി ജോസഫിന്റെ വികസന വിരുദ്ധ നയങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് കർഷക കോൺഗ്രസ് നേതാവ് KJ ജോസഫ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. ഇരിക്കൂർ മണ്ഡലത്തിലാകട്ടെ ജനാധിപത്യം കോൺഗ്രസിൽ നടപ്പിലാക്കാത്തതും KC ജോസഫിന്റെ അപ്രമാദിത്വവും 36-ാം വർഷത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തുറന്നുകാട്ടിയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ രംഗത്തെത്തിയത്. അബ്ദുൽ ഖാദറിന് പകരമൊരാൾ വിമത സ്ഥാനാർത്ഥിയായി മന്ത്രി KC ജോസഫിനെതിരെ സിറ്റിംഗ് സീറ്റിൽ രംഗത്തെത്തും. കണ്ണൂരിൽ K സുധാകരന്റെയും DCC പ്രസിഡന്റ് K സുരേന്ദ്രന്റെയും അപ്രമാദിത്വവും DCC ഓഫീസ് നിർമ്മാണത്തിലടക്കം കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് PK രാഗേഷ് അഴീക്കോട് മണ്ഡലത്തിലും കണ്ണൂരിലും വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകുകയുള്ളൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. K സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അധപതനത്തിന് കാത്തിരിക്കുന്ന K സുധാകരനും സുരേന്ദ്രന്റെയും ഏകപക്ഷീയമായ ഏകാധിപത്യ നയങ്ങളാണ് എന്നാണ് എനിക്കിവിടെ വ്യക്തമാക്കാനുള്ളത്. ജില്ലയിലെ വിമതരെ ചേർത്തു നിർത്തുന്നതിനൊപ്പം സംസ്ഥാനമൊട്ടാകെ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ UDF-ൽ നിന്നും ഉയരുന്ന വിമത ശബ്ദങ്ങളെ ഒന്നിച്ചു ചേർക്കുമെന്ന PK രാഗേഷിന്റെ പ്രഖ്യാപനവും UDF പാളയത്തെ ഒട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ UDF-ന് നേരത്തെയുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ വിമതനില്ലാത്തത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കൂടി വിമതൻ കടന്നു വന്നാൽ കണ്ണൂർ ജില്ലയിലെ UDF-ലെ വിമത ചിത്രം പൂർണ്ണമാകും. കണ്ണൂരിൽ നിന്നും PV ജോഷില. ഡോക്ടർ തോമസ് ഐസക് MLA-യുടെ ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യ പ്രഭാഷണം നടത്തി. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. വൈകിട്ട് 5:30 മണിയോടെയാണ് മലയാളികളുടെ പ്രിയതാരം ഭരത് മമ്മൂട്ടി മണ്ണഞ്ചേരി എന്ന ചെറു ഗ്രാമത്തിലെത്തിയത്. ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് മമ്മൂട്ടി വാചാലനായി. മൂലയ്ക്കും ഓരോ മൈക്ക് കെട്ടി പ്രചരണങ്ങളും ഭയങ്കര ജാഥകളും ഘോരഘോരമുള്ള പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ എഴുതി വിടുകയാണ്. വളരെ എളുപ്പമാണ്, തൊണ്ടയൊക്കെ വളരെ റെസ്റ്റാണ്. പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയക്കാർ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശബ്ദമൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. പലരുടെ ശബ്ദത്തിനൊരു കുഴപ്പമില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ പല ഒരു ലോക്കൽ പ്രവർത്തകർക്കും ഒക്കെ സുഖമില്ല, ഇലക്ഷൻ കഴിയും അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് മൊത്തം. അപ്പോൾ ഫേസ്ബുക്കിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തോമസ് ഐസക്ക് തൻ്റെ ആശയങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ ചിന്തകൾ, വീക്ഷണങ്ങൾ, തൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നമ്മളുമായി പങ്കുവെച്ചത് ഫേസ്ബുക്ക് ഡയറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഡോക്ടർ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച വാചകങ്ങൾ ചേർത്ത് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് തൻ്റെ ഗുരുവായ സാനുമാഷ് നൽകിക്കൊണ്ട് മമ്മൂട്ടി നിർവഹിച്ചത്. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂക്ക ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് ഡയറി പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. ഫേസ്ബുക്ക് ഡയറി എന്ന തന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഡോക്ടർ തോമസ് ഐസക് സംസാരിച്ചത്. ഇതിനിടയിൽ ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി എത്തിയ മാതാപിതാക്കളെ സ്വാന്തനപ്പെടുത്തി സഹായ വാഗ്ദാനവും നൽകിയാണ് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി മണ്ണഞ്ചേരിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പിക്കാനായി മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി വോട്ടർമാർക്ക് മുന്നിൽ എത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി.
അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. തീർച്ചയായിട്ടും യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെഷൻസ് 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ചാഗിരി അബുവിനെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലാ കോടതി വളപ്പിലെ ജൈവ പച്ചക്കറിത്തോട്ടത്തിൽ വിളഞ്ഞ കായ്കറികൾ വിളവെടുപ്പിലേക്ക്. തരിശു കിടന്ന 3/4 ഏക്കർ സ്ഥലത്താണ് അഭിഭാഷകർ 100 മേനി വിളവ് കൊയ്തത്. വിഷരഹിത പച്ചക്കറികൾ ശ്രീചിത്ര പൂർ ഹോമിന് കൈമാറാനാണ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ തീരുമാനം. തിരുവനന്തപുരം വഞ്ചൂർ കോടതി വളപ്പിലെത്തിയാൽ ആദ്യം ഏതു വ്യവഹാരിയും ഒന്നമ്പരക്കും. 3/4 ഏക്കർ പറമ്പിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന പടവലവും വെണ്ടയും തക്കാളിയും മുളകുമെല്ലാം കണ്ടാൽ കോടതി വളപ്പോ കൃഷിഭൂമിയോ എന്ന് സന്ദേഹം തോന്നിയേക്കാം. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ജൈവ പച്ചക്കറി തുടങ്ങാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ഹൈക്കോടതി ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണനാണ്. മേൽക്കോടതി ആഗ്രഹിച്ചത് നടപ്പിൽ വരുത്താൻ ജില്ലാ ജഡ്ജി V ഷെർസിയും ACJM A ഇജാസും മുന്നിട്ടിറങ്ങിയപ്പോൾ സംഗതി 100 മേനി കൊയ്തു. ഒപ്പം അഭിഭാഷകരുടെ പിന്തുണയും കൃഷി വകുപ്പിന്റെ സഹായവും കൂടിയായപ്പോൾ കോടതി വളപ്പ് ഒരു പച്ചക്കറിത്തോട്ടമായി. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജയചന്ദ്രൻ: ഇത് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കോടതികളിലുമൊക്കെ ഇങ്ങനെ വെറുതെയുള്ള സ്ഥലം കിടക്കുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്താൽ ഇത് ഒരു സമൂഹത്തിനൊരു മാതൃകയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. തരിശു കിടന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറി ശ്രീചിത്ര പൂർ ഹോമിലെ അന്തേവാസികൾക്ക് കൈമാറാനാണ് ജില്ലാ ജഡ്ജി V ഷെർസിയുടെ തീരുമാനം. ഒപ്പം അഭിഭാഷകർക്ക് ന്യായവിലയിൽ പച്ചക്കറി ലഭിക്കുകയും ചെയ്യും. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും കടിച്ചു കീറുന്ന ലോ പോയിന്റുകൾക്കിടയിൽ കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന പടവലവും വെണ്ടയും കാർഷിക സംസ്കാരത്തിന്റെ വേറിട്ട കഥ പറഞ്ഞുകൊണ്ട് തലയുയർത്തി തന്നെ നിൽക്കുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദനും ക്യാമറമാൻ അജിത്തിനുമൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം.